ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ എന്താ? ഡൈനാമിക്സ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഫോഴ്സസ് ആൻഡ് ടോർക്സ് ആൻഡ് ദെയർ എഫക്റ്റ് ഓൺ മോഷൻ. ഇപ്പോൾ എനിക്കൊരു ബോഡി ഉണ്ട്, അതിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആക്ട് ചെയ്യുമ്പം അതിന് എന്ത് എഫക്റ്റ് ഉണ്ടാക്കും? ശ്രദ്ധിക്കും, ഫോഴ്സ് ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കും അല്ലേ, ടോർക്ക് ആകുമ്പോൾ റൊട്ടേഷൻ ഉണ്ടാക്കും. അപ്പോൾ ഈ ഫോഴ്സസിൻ്റെയും ടോർക്കിൻ്റെയും എഫക്റ്റ് മോഷനിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നത് നമ്മൾ പഠിക്കുന്നതിനാണ് ഡൈനാമിക്സ് എന്ന് പറയും. അതുപോലെ തന്നെ ടൈം വേരിയിങ് ആയിട്ടായിരിക്കും ഡൈനാമിക്സിലെല്ലാം വരിക, മോഷൻ വരിക. ഓക്കെ, ഇനി അടുത്തെന്താ? ഈ ഡൈനാമിക്സിൻ്റെ രണ്ട് പാർട്ടാണ് കൈനമാറ്റിക്സും കൈനറ്റിക്സും. ഈ കൈനമാറ്റിക്സിൽ മോഷനും കറസ്പോണ്ടിങ് ഫോഴ്സസും നമ്മൾ കൺസിഡർ ചെയ്യും വിത്തൗട്ട് റെഫറൻസ് ടു ദ ഫോഴ്സ് കോസിങ് ദ മോഷൻ. അതാണ് അവിടെ വിത്തൗട്ട് റെഫറൻസ് ടു ദ ഫോഴ്സ് കോസ് ദ മോഷൻ എന്നുള്ളതാണ് അവിടെ ഹൈലൈറ്റ്. അതെന്താ? നമ്മളവിടെ ഫോഴ്സിനെ കൺസിഡർ ചെയ്യുന്നില്ല, മോഷൻ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ ആണോ? ഇനി അടുത്തത് എന്താ? കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മോഷൻ ആൻഡ് ബോഡീസ് അണ്ടർ ദ ആക്ഷൻ ഓഫ് ഫോഴ്സസ്. നമ്മുടെ ഫോഴ്സസിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. കൺസിഡർ ചെയ്യുവാണെങ്കിൽ കൈനറ്റിക്സ്, ഫോഴ്സിനെ കൺസിഡർ ചെയ്യത്തില്ലെങ്കിൽ കൈനമാറ്റിക്സ്. ഓക്കെ ആണോ? നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് റെക്റ്റിലീനിയർ മോഷൻ ആണ്. ഓക്കെ, റെക്റ്റിലീനിയർ മോഷൻ എന്ന് എന്താ? ലീനിയർ മോഷൻ. ഓക്കെ, അപ്പോൾ ലീനിയർ മോഷൻ ഓഫ് പാർട്ടിക്കിൾസ് അണ്ടർ വേരിയബിൾ ആക്സിലറേഷൻ. അതായത് നമുക്ക് വേരിയബിൾ ആക്സിലറേഷൻ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് യൂണിഫോം ആക്സിലറേഷൻ വരുമ്പോഴുള്ള ഇക്വേഷൻസ് നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, 12th പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻസ് ഒന്ന് നോക്കാം. എന്താണ്? v ഈക്വൽ ടു യു പ്ലസ് എ ടി, വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as, എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ, ഈ ഇക്വേഷൻസ് ഒക്കെ എപ്പോഴാണ് ആപ്ലിക്കബിൾ ആവുക? നമുക്ക് യൂണിഫോം ആക്സിലറേഷനിൽ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് ഈ ഇക്വേഷൻസ് ആപ്ലിക്കബിൾ ആവുക. ഇനി നമുക്ക് വേരിയബിൾ ആക്സിലറേഷൻ, അതായത് ആക്സിലറേഷൻ യൂണിഫോം അല്ലാത്ത കേസിന് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ആക്സിലറേഷൻ യൂണിഫോം അല്ലെങ്കിൽ ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ ഇതെല്ലാം എന്തായിരിക്കും? ടൈമിനനുസരിച്ചിട്ടുള്ള ഫങ്ഷൻസ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ഡിസ്പ്ലേസ്മെന്റ് ഞാൻ റെപ്രസെന്റ് ചെയ്യാണ്, ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം എഫ് ടി ആണ്. ഓക്കെ, ആണെങ്കിൽ വെലോസിറ്റി എന്താ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ, അപ്പം ഡി എസ് ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് എഴുതാം. അതെന്താ? ഡി ബൈ ഡി ടി ഓഫ് എഫ് ഓഫ് ടി. ഓക്കെ അല്ലേ? ഇനി ആക്സിലറേഷൻ എനിക്ക് എങ്ങനെ എഴുതാം? ഡി വി ബൈ ഡി ടി എന്ന് എഴുതാം. ഡി ബൈ ഡി ടി ഓഫ് എന്താ? ഡി എസ് ബൈ ഡി ടി. ഡി ബൈ ഡി ടി ഓഫ് ഡി എസ് ബൈ ഡി ടിനെ എങ്ങനെ എഴുതാം? ഡി ബൈ ഡി ടി ഓഫ് ഡി ബൈ, ഇനി എസിന് പകരം എന്ത് കൊടുക്കാം? എഫ് ഓഫ് ടി കൊടുക്കാം. അത് കൊടുത്തു കഴിയുമ്പോൾ എന്ത് വരും? ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഓഫ് എഫ് ഓഫ് ടി എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ആക്സിലറേഷനെ എനിക്ക് എങ്ങനെ എഴുതാം? ഡി വി ബൈ ഡി ടി എന്ന് എഴുതാം അല്ലേ. അതിൽ നിന്ന് ഡി വിനെ എങ്ങനെ എഴുതാം? ആക്സിലറേഷൻ ഇൻറ്റു ഡി ടി എന്ന് എഴുതാം. വി എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ ആക്സിലറേഷൻ ഇൻറ്റു ഡി ടി എന്ന് എഴുതാം. അതുപോലെ വെലോസിറ്റിനെ നമുക്ക് ഡി എസ് ബൈ ഡി ടി എന്ന് എഴുതാം. അപ്പം ഡി എസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? വി ഇൻറ്റു ഡി ടി. അപ്പോൾ എസ് എന്തായിരിക്കും? ഇൻ്റഗ്രൽ വി ഡി ടി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഇതിൽ നിന്ന് വരുന്ന കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. The motion of a particle along a straight line is defined as s is equal to 25t plus 5t square minus 2t cube, where s is in meters and t is in seconds. Find the velocity and acceleration at start. The time particle reaches the maximum velocity of particle. ഇത്രയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് s is equal to, എൻ്റെ ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്. എന്താ തന്നേക്കുന്നത്? 25t പ്ലസ് 5t സ്ക്വയർ മൈനസ് 2t ക്യൂബ് എന്ന് തന്നേക്കുന്നത്. ഓക്കെ, അപ്പം വെലോസിറ്റി എന്തായിരിക്കും? ഡി എസ് ബൈ ഡി ടി അല്ലേ. വെലോസിറ്റി ഡി എസ് ബൈ ഡി ടി ആണ്. അപ്പം അതിനെ എങ്ങനെ എഴുതാം? 25 പ്ലസ് 10t മൈനസ് 6t സ്ക്വയർ എന്ന് എഴുതാം. ആക്സിലറേഷൻ എന്തായിരിക്കും? ഡി വി ബൈ ഡി ടി അല്ലേ. അപ്പം ആക്സിലറേഷൻ എനിക്ക് എങ്ങനെ എഴുതാം? 10 മൈനസ് 12t എന്ന് എഴുതാം. ഓക്കെ, ഇത്ര ഓക്കെ ആണല്ലോ. എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം അറ്റ് സ്റ്റാർട്ട് ആകുമ്പം ടൈം 0 അല്ലേ? അറ്റ് സ്റ്റാർട്ട് അല്ലേ, സ്റ്റാർട്ടിൽ ടൈം 0 ആണ്. അപ്പം വെലോസിറ്റി എത്ര ആയിരിക്കും? 25.
മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഇതിനകത്ത് ഈ ഇക്വേഷനകത്ത് ടൈമിന് 0 കൊടുത്താൽ മതി. ആക്സിലറേഷൻ എത്ര ആയിരിക്കും? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി അടുത്ത എന്താ ചോദിച്ചേക്കുന്നത്? ദ ടൈം പാർട്ടിക്കിൾ റീച്ചസ് ദ മാക്സിമം വെലോസിറ്റി എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടി. ഇനി നമുക്ക് പാർട്ടിക്കിൾ മാക്സിമം ടൈം എപ്പോൾ റീച്ച് ചെയ്യും? ഓക്കെ, അത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ദ ടൈം ദ പാർട്ടിക്കിൾ റീച്ചസ് ദ മാക്സിമം വെലോസിറ്റി. അപ്പം നമുക്ക് മാക്സിമം വെലോസിറ്റി വരുന്ന പോയിന്റിൽ ഡി വി ബൈ ഡി ടി എന്തായിരിക്കും? വെലോസിറ്റി മാക്സിമം ആണ്. അതുകൊണ്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി 0 ആണ്. മാക്സിമം വെലോസിറ്റി വരുന്ന പോയിന്റിൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി 0. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി 0 എന്ന് പറഞ്ഞാൽ എന്താ? ആക്സിലറേഷൻ 0 ആണ്. ആക്സിലറേഷനെ 0 ഇക്വേറ്റ് ചെയ്ത് നോക്കിയേ, ഇങ്ങനെ വരും 10 മൈനസ് 12t ഈക്വൽ ടു 0. അപ്പം 10 ഈക്വൽ ടു 12t. അപ്പം t ഈക്വൽ ടു എന്ത് വരും? 10 ഡിവൈഡഡ് ബൈ 12 എന്ന് വരും. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറൗണ്ട് 0.83 സെക്കൻഡ്സ് ആണ് കിട്ടുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ദ മാക്സിമം വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ. നമ്മളോട് ചോദിച്ചേക്കുന്നത് നമ്മുടെ മാക്സിമം വെലോസിറ്റി, അതായത് മാക്സിമം വെലോസിറ്റി എത്ര ടൈമിൽ എത്തും എന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് വി മാക്സ് എത്രയാണ്? വി മാക്സ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ, അതായത് 25 പ്ലസ് 10t മൈനസ് 6t സ്ക്വയറിൽ ടൈമിന് എന്ത് കൊടുക്കണം? 0.83 സെക്കൻഡ്. 0.83 സെക്കൻഡ് ആകുമ്പോഴാണ് എൻ്റെ വെലോസിറ്റി മാക്സിമം ആണ്. അപ്പം വെലോസിറ്റി എത്ര വരും? 25 പ്ലസ് 10 ഇൻറ്റു 0.83 മൈനസ് 6 ഇൻറ്റു 0.83 സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. വാല്യൂ കണ്ടുപിടിച്ച് നോക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 29.17 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് ആൻസർ കിട്ടുക. ഓക്കെ അല്ലേ? The displacement of particle is given by S is equal to t cube minus 3t square plus 2t plus 5. Find the time at which the acceleration is 0. അപ്പോൾ ആക്സിലറേഷൻ 0 ആവുന്ന ടൈം കണ്ടുപിടിക്കണം. ആൻഡ് ദ ടൈം അറ്റ് വിച്ച് വെലോസിറ്റി ഈസ് 2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ 0 ആവുക, വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആവുന്ന ടൈമൊക്കെ കണ്ടുപിടിക്കണ്ടേ? ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം വെലോസിറ്റി എഴുതാം. വെലോസിറ്റി എന്തായിരുന്നു? ഡി എസ് ഡിവൈഡഡ് ബൈ ഡി ടി ആണ് അല്ലേ? അപ്പം 3t സ്ക്വയർ മൈനസ് 6t പ്ലസ് 2 ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആവണം അല്ലേ? അപ്പം വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആവണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഈക്വൽ ടു 3t സ്ക്വയർ മൈനസ് 6t പ്ലസ് 2 എന്ന് എഴുതാം അല്ലേ? അപ്പം 2ഉം 2ഉം ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3t സ്ക്വയർ ഈക്വൽ മൈനസ് 6t ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം അല്ലേ? 3t സ്ക്വയർ ഈസ് ഈക്വൽ ടു 6t എന്ന് കൊടുക്കാം. അതിൽ നിന്ന് ടിയും ടിയും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 3t ഈക്വൽ ടു 6 എന്ന് കിട്ടും. അതിൽ നിന്ന് t ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ്സ് എന്ന് കിട്ടും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത എന്താ നമ്മളോട് ചോദിച്ചേക്കുന്നത്? ആക്സിലറേഷൻ ഈസ് 0. ഇപ്പം നമുക്ക് വെലോസിറ്റി കിട്ടി അല്ലേ? അപ്പോൾ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്താ? ഡി വി ബൈ ഡി ടി അല്ലേ? അപ്പോൾ എന്ത് വരും? 6t മൈനസ് 6 എന്ന് വരും. അപ്പോൾ ആക്സിലറേഷൻ 0 ആണ്. സ്മോൾ ലെറ്റർ ആണ്. ആക്സിലറേഷൻ 0 എന്ന് പറഞ്ഞാൽ എന്താ? 6t മൈനസ് 6 ഈസ് ഈക്വൽ ടു 0. അതായത് 6t ഈക്വൽ ടു 6, t ഈക്വൽ ടു 1 സെക്കൻഡ്സ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? Next question നോക്കി. The initial velocity of a particle is v0. The acceleration is given in terms of its velocity by the equation a equal to minus k into v, where k is a constant. Find the displacement time relation. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. എനിക്ക് എൻ്റെ ടൈം 0 ആണെന്ന് ഞാൻ എടുക്കുകയാണ്. ഇനീഷ്യൽ വെലോസിറ്റി ആയതുകൊണ്ട് ടൈം 0 ആയിരിക്കും. ഇനീഷ്യലി ടൈം 0 ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കും. ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് v ഈക്വൽ ടു v0 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ആക്സിലറേഷൻ എന്താ തന്നേക്കുന്നത്? ആക്സിലറേഷൻ തന്നേക്കുന്നത് മൈനസ് കെ ഇൻറ്റു വി എന്നാണ് തന്നേക്കുന്നത്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡി വി ബൈ ഡി ടി അല്ലേ? ഡി വി ബൈ ഡി ടി ആണ് മൈനസ് കെ വി എന്ന് തന്നേക്കുന്നത്. ഇനി നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ഫോമിലോട്ട് ആക്കാം. ഡി വി ബൈ വി ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡി ടി എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ അടുത്ത എന്താ? ഡി വി ബൈ വിനെ ഞാൻ എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്യുക. രണ്ട് സൈഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പം ഓക്കെ
ഇൻ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ് നിങ്ങൾ എഴുതണേ. അപ്പോൾ എന്താ ഇൻ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ് എഴുതുമ്പോൾ ഇൻ്റഗ്രൽ ഡി വി ബൈ വി ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ കെ ഡി ടി എന്ന് എഴുതാം. 1/v ഡി വി എന്ന് പറയുന്നത് എൽ എൻ വി അല്ലേ, എൽ എൻ വി പ്ലസ് സി എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റ് കൊടുക്കുകയാണ്. അതെന്ന് പറയുന്നത് എന്ത് വരും, മൈനസ് കെ ഇൻറ്റു ടി എന്ന് വരും. ഓക്കെ, നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, എന്താ ടൈം ടി 0 ആകുമ്പം വെലോസിറ്റി വി സീറോ അല്ലേ. അപ്പോൾ എൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം, എൽ എൻ വി സീറോ പ്ലസ് സി എന്ന് പറയുന്നത് എന്ത് വരാം, കെ ഇൻറ്റു ടൈം 0 ആയത് കാരണം 0 എന്ന് വരും. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ നിന്ന് സിയുടെ വാല്യൂ എന്ത് കിട്ടി, സിയുടെ വാല്യൂ മൈനസ് എൽ എൻ വി സീറോ എന്നായി. ഇനിയും ഈ ഇക്വേഷനെ സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇക്വേഷനെ ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യാം. എങ്ങനെ എഴുതാം, എൽ എൻ വി മൈനസ് എന്തായിരുന്നു, സി മൈനസ് എൽ എൻ വി നോട്ട് ആണ്. അപ്പോൾ എൽ എൻ വി നോട്ട് ഈക്വൽ ടു മൈനസ് കെ ടി എന്ന് കിട്ടും. ലോഗ് എ മൈനസ് ലോഗ് ബി അല്ലെങ്കിൽ എൽ എൻ എ മൈനസ് എൽ എൻ ബി എന്നുള്ള ഫോം എന്താ, ലോഗ് എ ബൈ ബി ഫോമാണ്. അപ്പം എൽ എൻ വി ഡിവൈഡഡ് ബൈ വി നോട്ട് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ടി. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, നമുക്ക് രണ്ട് സൈഡിലും ഇയുടെ പവർ എടുക്കാം അല്ലേ. വി ബൈ വി നോട്ടിന് എന്ത് എഴുതാം, ഇ റൈസ് ടു മൈനസ് കെ ടി എന്ന് എഴുതാം. ഓക്കെ, അപ്പം വെലോസിറ്റിനെ എങ്ങനെ എഴുതാം, വി സീറോ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് കെ ടി എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്താ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ്, ഇത് വെലോസിറ്റി എന്ന് പറയുന്നതാണ് വി സീറോ ഇൻസ് ടു മൈനസ് കെ ടി എന്ന് പറയുന്നത് അല്ലേ. അപ്പം വി സീറോ വിനെ എനിക്ക് എങ്ങനെ എഴുതാം, ഡിസ്പ്ലേസ്മെൻറ്റ് ഡി എസ് ഡിവൈഡഡ് ബൈ ഡി ടി ഈക്വൽ ടു വി സീറോ ഇ റൈസ് ടു മൈനസ് കെ ടി. അപ്പം ഡി എസ് എങ്ങനെ എഴുതാം, വി സീറോ ഇ റൈസ് ടു മൈനസ് കെ ടി ഇൻറ്റു ഡി ടി. ഓക്കെ അല്ലേ. അപ്പം ഇതിൽ നിന്ന് എസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, രണ്ട് സൈഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ ഡി എസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വി സീറോ ഇ റൈസ് ടു മൈനസ് കെ ടി ഡി ടി എന്ന് എഴുതണം അല്ലേ. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എസ് ഈസ് ഈക്വൽ ടു വി സീറോ കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ ഇ റൈസ് ടു മൈനസ് കെ ടി എന്താ, ഇ റൈസ് ടു മൈനസ് കെ ടി ഡിവൈഡഡ് ബൈ മൈനസ് കെ പ്ലസ് ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ C1 എന്ന് കൊടുക്കുക. ഓക്കെ, നമുക്കറിയാവുന്നൊരു ബൗണ്ടറി കണ്ടീഷൻ ഉണ്ട്, എന്താ ടൈം 0 ആകുമ്പം ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കും. ഞാൻ ഇപ്പോൾ എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 കൊടുക്കുവാണ്. വി സീറോ ഇ റൈസ് ടു 0 എന്താ 1 ആണ്. 1 ഡിവൈഡഡ് ബൈ മൈനസ് കെ പ്ലസ് C1 എന്ന് കിട്ടും. അതിൽ നിന്ന് എന്ത് കിട്ടും, C1 ഈസ് ഈക്വൽ ടു വി സീറോ ഡിവൈഡഡ് ബൈ കെ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എനിക്ക് എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതാം, വി സീറോ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് കെ ടി ഡിവൈഡഡ് ബൈ മൈനസ് കെ പ്ലസ് വി സീറോ C1 വരും വി സീറോ ബൈ കെ എന്ന് എഴുതാം. ഓക്കെ, ഇപ്പോൾ രണ്ടിടത്തും വി സീറോ ബൈ കെ കോമൺ ഉണ്ട്. വി സീറോ ബൈ കെ കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, 1 മൈനസ് ഇ റൈസ് ടു മൈനസ് കെ ടി. അതായത് എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ്പ്രഷൻ എങ്ങനെ കിട്ടി, വി സീറോ ബൈ കെ ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് കെ ടി എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റും ടൈമും തമ്മിലുള്ള റിലേഷൻ നമുക്ക് കിട്ടിയല്ലോ. ഈ റിലേഷനാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, the velocity of a particle moving on a horizontal path is given by v is equal to s square plus 9, where v is in meter per second and s is in meter and positive to the right. Okay, when t equal to 0, s is equal to 3, determine s as a function of time. അപ്പോൾ ഇതും നമ്മൾ ഫംഗ്ഷൻ ഓഫ് ടൈം ആയിട്ട് എസ്സിനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെലോസിറ്റി ഇവിടെ എത്ര തന്നിരിക്കുന്നത്, വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ മൂവിങ് ആണ് ഹൊറിസോണ്ടൽ പാത്ത് എന്ന് പറഞ്ഞത് എസ് സ്ക്വയർ പ്ലസ് 9 ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ, വി എന്ന് പറഞ്ഞാൽ എന്താ, ഡി എസ് ഡിവൈഡഡ് ബൈ ഡി ടി ആണ്. അതിനെ എനിക്ക് എസ് സ്ക്വയർ പ്ലസ് 9 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇനി ഡി ടി അല്ലെങ്കിൽ എന്ത് എഴുതാം, ഡി ടി എന്ന് പറയുന്നത് ഡി എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 9 എന്ന് എഴുതാമല്ലോ. ഇനി എന്ത് ചെയ്യാം, ഇവനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇൻ്റഗ്രൽ ഡി ടി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എസ് ഡിവൈഡഡ് ബൈ നമുക്കിപ്പം എസ് സ്ക്വയർ പ്ലസ് 9നെ എസ് സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് എഴുതാം. നമുക്ക് ടാൻ ഇൻവേഴ്സിൻ്റെ ഫോമിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പം ടി എന്നുള്ളതിനെ എങ്ങനെ എഴുതാം, ടി എന്ന് പറയുന്നത് 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ അല്ലേ. ടാൻ ഇൻവേഴ്സ് എസ് ഡിവൈഡഡ് ബൈ 3 പ്ലസ് സി ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എഴുതാം. നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, എന്താ ടൈം ടി 0 ആകുമ്പം എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്, 3 ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഇക്വേഷനകത്തൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ടൈം 0 ആകുമ്പം 1/3
ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് സി എന്ന് വരും അല്ലേ. അപ്പം ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. ഇത് സോൾവ് ചെയ്ത് നോക്കുമ്പോൾ 1/3 ടാൻ ഇൻവേഴ്സ് 1 എന്നുള്ളത് നമുക്ക് സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുമ്പോൾ നമുക്ക് -15 ആണ് സിയുടെ വാല്യൂ കിട്ടുക. ഓക്കെ, സിയുടെ വാല്യൂ -15 എന്ന് കിട്ടി. അപ്പോൾ എൻ്റെ ഇക്വേഷൻ എനിക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാം? ഇ ഈക്വൽ ടു 1/3 ടാൻ ഇൻവേഴ്സ് s/3 -15 എന്ന് കിട്ടും. ഓക്കെ അല്ലേ. ഇനി എന്ത് ചെയ്യാം? 3t 15 പ്ലസ് ടി എങ്ങനെ എഴുതാം? 1/3. ഇനി റീഅറേഞ്ച് ചെയ്യുന്ന പരിപാടിയുള്ളൂ. ടാൻ ഇൻവേഴ്സ് s/3 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 45 പ്ലസ് 3t എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് s/3. ഓക്കെ അല്ലേ. ഇനി എന്ത് എഴുതാം? s/3 എങ്ങനെ എഴുതാം? ടാൻ ഇൻവേഴ്സ് എടുത്താൽ മതി അല്ലേ. ടാൻ 45 പ്ലസ് 3t ടാൻ എടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ എന്ത് എഴുതാം? എസ്സിന് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ എഴുതാം? 3 ടാൻ 45 പ്ലസ് 3t. ഓക്കെ അല്ലേ. അപ്പം നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ കിട്ടിയല്ലോ. ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ. Next question. A point is moving in a straight line with an acceleration given by a equal to 15t minus 20. It passes through a reference point at t equal to 0 and another point 30 meter away after an interval of 5 seconds. Okay. Calculate the displacement, velocity and acceleration of point after a further interval of 5 seconds. അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ആക്സിലറേഷൻ തന്നിട്ടുണ്ട് അല്ലേ, 15t - 20 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി വേറെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ടൈം t 0 ആകുമ്പം എന്താ ഡിസ്പ്ലേസ്മെന്റ് എന്തായാലും 0 ആയിരിക്കും അല്ലേ. അത് കഴിഞ്ഞിട്ട് ടൈം t അതായത് t 5 സെക്കൻഡ്സ് ആകുമ്പം അവൻ എവിടെ ഇരിക്കുന്നത്? ഒരു 30 മീറ്റർ എവേ ഉള്ളൊരു പോയിന്റിലാണ് ഇരിക്കുന്നത്. അപ്പം ടൈം t 5 സെക്കൻഡ്സ് ആകുമ്പം നമുക്ക് എത്രയാണ്? 30 മീറ്റേഴ്സ് ആണ് ഡിസ്പ്ലേസ്മെന്റ് കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് ആക്സിലറേഷൻ എക്സ്പ്രഷൻ ഉണ്ട് അല്ലേ, 15t - 20 എന്നുള്ളത്. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? dv/dt അല്ലേ. dv/dt ആണ് 15t - 20 എന്ന് നമുക്ക് തന്നേക്കുന്നത് അല്ലേ. അപ്പം vനെ എങ്ങനെ കണ്ടുപിടിക്കാം? dvനെ നമുക്ക് എങ്ങനെ എഴുതാം? 15t - 20 ഇൻറ്റു dt എന്ന് എഴുതാം. ഓക്കെ, അതിൽ നിന്ന് v എന്ത് കിട്ടും? v എന്ന് പറയുന്നത് 15 ഇൻറ്റു t²/2 ഇൻ്റഗ്രേറ്റ് ചെയ്യണം -20 ഇൻറ്റു t പ്ലസ് ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ c1 എന്ന് കിട്ടും. ഓക്കെ, അപ്പം വെലോസിറ്റി കിട്ടി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ds/dt അല്ലേ. ds/dt ആണ് നമുക്ക് 15t²/2 -20t പ്ലസ് c1 എന്ന് കിട്ടിയേക്കുന്നത്. ഓക്കെ, ഇനി എസ് എങ്ങനെ ആയിരിക്കും? ഇവനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ എസ് എന്ന് പറയുന്നത് കിട്ടണമെങ്കിൽ ഇവനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതായത് 15t²/2 -20t പ്ലസ് c1 ഇൻറ്റു dt എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും? എസ് എങ്ങനെ കിട്ടാം? എസ് എന്ന് പറയുന്നത് 15/2 അല്ലേ, 7.5. t² എന്താകും? t³ 3 ആകും. -20 ഇൻറ്റു t²/2 പ്ലസ് c1t പ്ലസ് c2 എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് എസിൻ്റെ ഇക്വേഷൻ കിട്ടി അല്ലേ. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഇതിനെ ഞാൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണ്. അപ്പോൾ 7.5/3 2.5 t³ -10t² പ്ലസ് c1t പ്ലസ് c2 എന്നാണ് കിട്ടുന്നത്. നമുക്ക് ഒരു കാര്യം അറിയാം, എന്താ? ടൈം t 0 ആകുമ്പം എൻ്റെ ഡിസ്പ്ലേസ്മെന്റ് എസും 0 ആണ്. അപ്പോൾ എന്താ? s = 0 അതെന്ന് പറയുന്നത് ഈ ടൈം 0 ആയി പോവും, ഈ ടൈം 0 ആയി പോവും, ഈ ടൈം 0 ആയി പോവും. അങ്ങനെ എന്ത് ചെയ്യും? c2 = 0 എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് ടൈം t 5 സെക്കൻഡ്സ് ആകുമ്പം എസ് എത്രയാണ്? 30 മീറ്റേഴ്സ് ആണ്. ഇനി ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ അല്ലേ. അപ്പോൾ എസ് നമുക്ക് 30 മീറ്റേഴ്സ് ഉണ്ട്. അത് 2.5 ഇൻറ്റു 5³ മൈനസ് 10 ഇൻറ്റു 5² പ്ലസ് c1 ഇൻറ്റു 5. c2 നമുക്ക് 0 എന്ന് കിട്ടി. ഓക്കെ, പ്ലസ് 0 എന്ന് വേണേൽ കൊടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് c1 മാത്രമാണ് അൺനോൺ. സോൾവ് ചെയ്ത് നോക്കുക. c1 കിട്ടുന്നത്
6.5 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ എങ്ങനെയായിട്ട് മാറും? 2.5 ടി ക്യൂബ് മൈനസ് 10 ടി സ്ക്വയർ പ്ലസ് C1 ഇൻറ്റു ടി അല്ലേ. പ്ലസ് എന്ന് പറയുമ്പോഴത്തേനും -6.5 ആയത് കാരണം നമുക്ക് -6.5 ഇൻറ്റു ടി എന്ന് എഴുതാം ഡിസ്പ്ലേസ്മെൻറ്റിനെ. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? എന്താ നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചേക്കുന്നത്? കാൽക്കുലേറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് പോയിന്റ് ആഫ്റ്റർ എ ഫർദർ ഇൻ്റർവൽ ഓഫ് 5 സെക്കൻഡ്സ്. അപ്പോൾ ഓൾറെഡി ഒരു 5 സെക്കൻഡ്സ് കഴിഞ്ഞു, ഇനി ഒരു 5 സെക്കൻഡ്സ് കൂടെ കഴിയണം. അപ്പോൾ ടൈം എത്ര ആയിരിക്കും? ടൈം 10 സെക്കൻഡ്സ് ആയിരിക്കും. 5 + 5 10 സെക്കൻഡ്സ് ആണ്. നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എന്താ? 2.5 ഇൻറ്റു 10 ക്യൂബ് മൈനസ് 10 ഇൻറ്റു 10 സ്ക്വയർ മൈനസ് 6.5 ഇൻറ്റു 10. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ആൻസർ എത്ര കിട്ടുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 1435 മീറ്റേഴ്സ് എന്നാണ് കിട്ടുന്നത്. ഓക്കെ, വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട് അല്ലേ. വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ നമ്മൾ എഴുതിയത് 7.5 ടി ക്യൂബ് മൈനസ് 20 ടി പ്ലസ് C1 ആയിരുന്നു. C1 മൈനസ് 6.5 ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ടിക്ക് എത്ര കൊടുക്കുക? 10 കൊടുക്കുക. 7.5 ഇൻറ്റു 10 ക്യൂബ് മൈനസ് 20 ഇൻറ്റു 10 മൈനസ് 6.5. ഓക്കെ, അപ്പം നമുക്ക് വെലോസിറ്റി കിട്ടുന്നത് 543.5 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? 15t - 20 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. 15t - 20 എന്ന് പറയുമ്പോൾ 15 ഇൻറ്റു 10 - 20 ദാറ്റ് ഈസ് 130 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് ആൻസർ. വെലോസിറ്റി, ആക്സിലറേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ്. A car is moving at 25 meters per second along a straight level road experiences a resistance which produces a retardation of 0.0001 v cube, where v is the velocity in meter per second. Find the distance traveled and time taken for speed to decrease to 10 meter per second. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ റിട്ടാർഡേഷൻ അല്ലേ, റിട്ടാർഡേഷൻ ആയത് കാരണം -0.0001 v ക്യൂബ് എന്ന് കൊടുക്കാം ആക്സിലറേഷന്. അപ്പം dv/dt എന്ന് എന്ത് എഴുതാം? 0.0001 v ക്യൂബ് എന്ന് എഴുതാം. dv ഡിവൈഡഡ് ബൈ മൈനസ് ഇതിനെ 10 to the power -4 എന്ന് കൊടുക്കുകയാണ്. 10 to the power -4 v ക്യൂബ് എന്ന് പറയുന്നത് dt എന്ന് വരും. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? dt എന്ന് എഴുതും. ഓക്കെ, 10 to the power -10 to the power 4 dv ഡിവൈഡഡ് ബൈ v ക്യൂബ് എന്നുള്ളത് dt എന്ന് വരും അല്ലേ. ഇനി ഇവനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് t എന്ത് കിട്ടും? t എന്ന് പറയുന്നത് -10 to the power 4. ഇനി എന്താ? v raised to -3 അല്ലേ. v raised to -3 ആകുമ്പം v raised to -3 plus 1 divided by -3 plus 1 വരും അല്ലേ. v raised to -3 plus 1 divided by -3 plus 1. ഓക്കെ, പ്ലസ് C1 എന്ന് വരും. അപ്പോൾ എന്താ? -10 to the power 4 ഡിവൈഡഡ് ബൈ -2 വരും. ഇത് രണ്ടും ക്യാൻസൽ ആയി പോവും. പിന്നെ v raised to -2നെ 1/v² പ്ലസ് C1 എന്ന് കൊടുക്കാം. ഓക്കെ, നമുക്ക് വേറൊരു കാര്യം പറയുന്നുണ്ട്. എ കാർ ഈസ് മൂവിങ് അറ്റ് 25 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഇനീഷ്യൽ വെലോസിറ്റി, അതായത് ടൈം t0 ആകുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ടൈം t = 0 ആകുമ്പം നമുക്ക് വെലോസിറ്റി നമുക്ക് പറഞ്ഞിട്ടുണ്ട് 25 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഇക്വേഷൻ ടിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? t = 10⁴ divided by 2v² plus C1 എന്നായിരുന്നു അല്ലേ.
അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? 0 equal to 10 to the power 4 divided by 2 into 25 square plus C1 എന്നാകും. അപ്പോൾ C1ൻ്റെ വാല്യൂ എത്ര വരും? C1ൻ്റെ വാല്യൂ ഇത് സോൾവ് ചെയ്ത് നോക്കണം. നമുക്ക് കിട്ടുന്നത് -8 എന്നാണ് C1ൻ്റെ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ റീറൈറ്റ് ചെയ്യാം? T equal to 10 to the power 4 divided by 2v square minus 8 എന്നായിരിക്കും നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? ടൈം ടേക്കൺ ഫോർ സ്പീഡ് ടു ഡിക്രീസ് ടു 10 meter per second. അപ്പം നമുക്ക് എന്താ സ്പീഡ് 10 meter per second ആവാനുള്ള ടൈമാണ് നമുക്ക് വേണ്ടത്. അപ്പം വെലോസിറ്റിക്ക് എത്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 10 meter per second സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്താകും? T equal to 10 to the power 4 divided by 2 into വെലോസിറ്റിക്ക് 10 square സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം -8. അപ്പോൾ എത്ര വരും? 100 by 2 50 minus 8 എന്ന് വരും. അതായത് 42 seconds എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി അടുത്ത എന്താ ചോദിച്ചേക്കുന്നത്? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് കൂടെ കണ്ടുപിടിക്കണം അല്ലേ? അപ്പം ഡിസ്റ്റൻസ് ട്രാവൽഡ് കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. നമ്മുടെ കയ്യിലിരിക്കുന്ന ഇക്വേഷൻ ടൈമിനെയും വെലോസിറ്റിയും കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ആക്സിലറേഷൻ ഇക്വേഷൻ ഇടാം. ആക്സിലറേഷൻ ഇക്വേഷൻ എന്താ? ഡീസിലറേഷൻ ആണ്, അതുകൊണ്ട് നെഗറ്റീവ് എന്ന് കൊടുക്കുക ആക്സിലറേഷന്. അപ്പോൾ 0.001 v³ എന്ന് എടുക്കുക അല്ലേ? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ആക്സിലറേഷന് dv/dt എനിക്ക് dv/ds × ds/dt എന്ന് എഴുതാം. ds/dt എന്ന് പറഞ്ഞാൽ എന്താ? ds/dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വെലോസിറ്റി ആണ്. അപ്പം വെലോസിറ്റി ഇൻറ്റു dv/ds എന്ന് നമുക്ക് അതിനെ എഴുതാം. അപ്പോൾ ആക്സിലറേഷൻ ഞാൻ എഴുതുവാണ് dv/ds ഇൻറ്റു വെലോസിറ്റി v എന്ന് പറയുന്നത് എത്ര വരും? -0.0001 v³. ഓക്കെ അല്ലേ? ഇനി ഇവിടുന്ന് ഒരു വിയും ഇവിടുന്ന് ഒരു v³ നിന്ന് ഒരു വിയും പോയാൽ v² കിട്ടും അല്ലേ? അപ്പം നമുക്ക് ഇവനെ എങ്ങനെ എഴുതാം? ds equal to റീഅറേഞ്ച് ചെയ്യുമ്പം v dv divided by 10 to the power -4 v³ എന്ന് എഴുതാം. അല്ലെങ്കിൽ നമ്മൾ v ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് v ക്യാൻസൽ ചെയ്തു ഇവിടെ v² എന്ന് വേണേലും എഴുതാം. ഓക്കെ, അപ്പം ഇങ്ങനെ എഴുതി. ds എന്ന് പറയുന്നത് എന്താ? 10 to the power -4 മൈനസ് ഉണ്ടായിരുന്നു അല്ലേ? മൈനസ്. അപ്പം -10 to the power -4 ന്യൂമറേറ്റർ വരുമ്പം 10 to the power 4 dv/v² എന്ന് കിട്ടും. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ s എന്ത് കിട്ടും? s എന്ന് പറയുന്നത് -10 to the power 4 ഇനി v⁻² -2 + 1 divided by -2 + 1 അല്ലേ? അപ്പം -1 × 1/v എന്ന് വരും അല്ലേ? 1/v + c1 എന്ന് വരും. ഓക്കെ, അപ്പോൾ എനിക്ക് എൻ്റെ ടൈം t 0 ആകുമ്പം ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്, വെലോസിറ്റി 25 meter per second ആണ്. അതാണ് നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ അല്ലേ? ഓക്കെ, അപ്പം നമ്മുടെ ഇക്വേഷൻ എങ്ങനെ ആവും? ടൈം ടിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? 0 ടൈം t0 is equal to 10 to the power 4 divided by 25 plus c1 എന്നാവും. ഓക്കെ, അപ്പം c1ൻ്റെ വാല്യൂ എത്ര കിട്ടും? c1ൻ്റെ വാല്യൂ നമുക്ക് -400 എന്നാണ് കിട്ടുക. അപ്പം നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ്പ്രഷൻ എന്താകും? 10 to the power 4 divided by v -400 എന്ന് കിട്ടും. ഓക്കെ, ഇനി v എത്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത്? v 10 meter per second ആവുക അല്ലേ? v 10 meter per second ആവുമ്പം നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? s is equal to 1000 വരും അല്ലേ? 10 to the power 4 divided by 10 എന്ന് വരും. 10 to the power 4 divided by 10 -400. 1000 - 400 ആകുമ്പം 600 meters എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കാർ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ഈസ് ആക്സിലറേറ്റഡ്. The acceleration at any instant is 10 divided by v + 1 meter per second square, where v is the velocity of car in meter per second at that instant. Find the distance in which the car will attain velocity of 36 km/h. Okay, അപ്പം നമുക്ക് ആക്സിലറേഷൻ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് എത്താൻ തന്നേക്കുന്നത്
10 ഡിവൈഡഡ് ബൈ വി പ്ലസ് 1 ആണ്. അതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് പറയുന്നത്. ഓക്കെ, ആക്സിലറേഷനെ നമ്മൾ ഡി വി ബൈ ഡി ടി എന്ന് എഴുതുക അല്ലേ. അതിനെ എങ്ങനെ എഴുതാം? ഡി വി ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി എന്ന് എഴുതാം അല്ലേ. അപ്പം ഡി എസ് ബൈ ഡി ടി എന്താ? വി. അപ്പം വി ഇൻറ്റു ഡി വി ബൈ ഡി എസ് എന്ന് എഴുതാം. അപ്പം നമുക്ക് ഇവനെ ഒന്ന് റീറൈറ്റ് ചെയ്താൽ വി ഇൻറ്റു ഡി വി ബൈ ഡി എസ് എന്ന് പറയുന്നതാണ് 10 ഡിവൈഡഡ് ബൈ വി പ്ലസ് 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും നമുക്ക് 10 ഡി എസ് ഈക്വൽ ടു വി ഇൻറ്റു വി പ്ലസ് 1 ഇൻറ്റു ഡി വി എന്ന് എഴുതാം. ഓക്കെ, അപ്പം 10 ഡി എസ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ പ്ലസ് വി ഡി വി എന്ന് എഴുതാം. ഓക്കെ അല്ലേ. ഇനി ഇവനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 ഇൻറ്റു എസ് ഈസ് ഈക്വൽ ടു വി ക്യൂബ് ബൈ 3 പ്ലസ് വി സ്ക്വയർ ബൈ 2 പ്ലസ് ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതാം. 10s ഈക്വൽ ടു വി ക്യൂബ് ബൈ 3 പ്ലസ് വി സ്ക്വയർ ബൈ 2 പ്ലസ് സി അല്ലേ. നമുക്കറിയാവുന്ന കാര്യം എന്താ? എൻ്റെ ടൈം ടി 0 ആകുമ്പം ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കും, വെലോസിറ്റി 0 ആയിരിക്കും അല്ലേ. അപ്പം ഇങ്ങനെയാണെങ്കിൽ ടൈം ടി 0 ആണ്, എസ് 0 ഈക്വൽ ടു സി എന്ന് കിട്ടത്തില്ലേ. അതായത് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സി ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പം 10s ഇസ് ഈക്വൽ ടു എന്ത് വരും? വി ക്യൂബ് ബൈ 3 പ്ലസ് വി സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. നമ്മുടെ വി എത്ര എന്നാണ് പറഞ്ഞേക്കുന്നത്? വി ഇസ് ഈക്വൽ ടു 36 കിലോമീറ്റർ പെർ അവർ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അതിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് ആക്കണമെങ്കിൽ എന്താ ആക്കുന്നത്? ഇൻറ്റു 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 36 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 18 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ എത്ര വരും? 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. ഓക്കെ, വി 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പം നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര വരും? 10s ഇസ് ഈക്വൽ ടു 10 ക്യൂബ് ബൈ 3 പ്ലസ് 10 സ്ക്വയർ ബൈ 2 എന്ന് വരും. അപ്പോൾ എസ് എത്ര വരിക? സോൾവ് ചെയ്ത് നോക്കണം. 38.33 മീറ്റേഴ്സ് എന്നാണ് എസ് വരിക. ഓക്കെ, a particle starting from rest moves in a straight line whose acceleration is given by the equation a equal to 20 minus 0.006 s square, where a is in meter per second square, s is in meters. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് determine the velocity of particle when it has traveled 50 meters. പിന്നെന്താ രണ്ടാമത് കണ്ടുപിടിക്കേണ്ടത് the distance traveled by the particle when it comes to rest. ഇത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആക്സിലറേഷൻ തന്നിരിക്കുന്നത് അല്ലേ. ആക്സിലറേഷൻ എന്ന് പറയുന്നത് 20 മൈനസ് 0.006 എസ് സ്ക്വയർ എന്നാണ് ആക്സിലറേഷൻ തന്നിരിക്കുന്നത്. ആക്സിലറേഷൻ എങ്ങനെ എഴുതാം? ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഡി വി ബൈ ഡി ടി ആണ്. അതിന് ഡി വി ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി എന്ന് എഴുതുമ്പോൾ എന്തെഴുതാം? ഡി വി ബൈ ഡി എസ് ഇൻറ്റു വി എന്നെഴുതാം അല്ലേ. അപ്പം നമുക്ക് ഇവനെ വേണമെങ്കിൽ എന്തെഴുതാം? വി ഇൻറ്റു ഡി എസ് ബൈ വി ഇൻറ്റു ഡി വി ബൈ ഡി എസ്. വി ഇൻറ്റു ഡി വി ബൈ ഡി എസ് എന്ന് പറയുന്നത് എന്താണ്? 20 മൈനസ് 0.0006 എസ് സ്ക്വയർ അല്ലേ. അപ്പം നമുക്ക് ഇവനെ വി ഡി വി എന്തെഴുതാം? വി ഡി വി എന്ന് പറയുന്നത് 20 മൈനസ് 0.00600 06 എസ് സ്ക്വയർ ഡി എസ് എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇവനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വി ഡി വി എന്നുള്ളത് എന്താകും? വി സ്ക്വയർ ബൈ 2 എന്നാകും. ഇനി 20 എന്നുള്ളത് 20 എസ് ആകും. മൈനസ് 0.006 എന്നുള്ളത് 006 എസ് സ്ക്വയർ അല്ലേ. എസ് സ്ക്വയർ ആകുമ്പം എസ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സി എന്ന് വരും. ഓക്കെ, നമുക്ക് എന്താ പറയുന്നത്? പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്ന് പറയും. റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പം ടൈം ടി 0 ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എസ് 0 ആണ്, വെലോസിറ്റി വിയും 0 ആണ്. അപ്പോൾ ഇതൊക്കെ 0 ആയി പോകുമ്പോൾ എന്ത് കിട്ടും? എൻ്റെ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സി ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? വി സ്ക്വയർ ബൈ 2 എന്ന് പറയുന്നത് 20s മൈനസ് 0.006 എസ് ക്യൂബ് ബൈ 3 എന്നായിട്ട് മാറും ഇക്വേഷൻ. ഓക്കെ,
ഇനിയിപ്പം നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? ഫസ്റ്റ് ദ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ വെൻ ഇറ്റ് ഹാസ് ട്രാവൽഡ് 50 meters. അതായത് എസ് 50 meters ആകുമ്പം വെലോസിറ്റി എത്ര? അതാണ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പം വെലോസിറ്റി v²/2 is equal to 20 into 50 minus 0.006 50 cube divided by 3. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് നോക്കുക. സോൾവ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് v² എന്ന് പറയുന്നത് 1500 ആണ്. v എന്ന് പറയുന്നത് 38.73 meter/second ആണ് കിട്ടുക. ഓക്കെ, ഇനി നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ പാർട്ടിക്കിൾ വെൻ ഇറ്റ് കംസ് ടു റെസ്റ്റ്. അത് റെസ്റ്റിലാകുമ്പം, ഓക്കെ, റെസ്റ്റിലാകുമ്പം വെലോസിറ്റി എത്രയാണ്? 0 ആണ്. വെലോസിറ്റി 0 ആകുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? വെലോസിറ്റി 0 ആകുമ്പം 0 equal to 20s minus 0.006 s³/3 എന്നായിട്ട് മാറും അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? 20s എന്ന് പറയുന്നത് 0.006 s³/3 ആണ്. ഇവിടുന്ന് ഒരു എസ് ഇവിടുന്ന് ഒരു എസ്സും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ഇവിടെ s² എന്ന് കിട്ടും. അതായത് 60 equal to 0.006 s². അപ്പം എസ് എത്ര കിട്ടും? s² എത്ര കിട്ടും? 60 divided by 0.006 എന്ന് കിട്ടും അല്ലേ? അപ്പം നമുക്ക് 60 divided by 6 മേളിലൊരു 1000 വരിക. ഓക്കെ, അപ്പോൾ s² നമുക്ക് എത്ര കിട്ടും? 10,000 എന്ന് കിട്ടും. അതിൽ നിന്ന് s എത്ര ആയിരിക്കും കിട്ടുക? 100 meters എന്നായിരിക്കും കിട്ടുക. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം ഏകദേശം നമ്മൾ ഈ സെക്ഷനിൽ നിന്ന് വരേണ്ട പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.